എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൈപ്പക്ക വെച്ചിട്ട് എങ്ങനെയാണ് കയ്പില്ലാതെ കൈപ്പക്ക തോരൻ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് കൈപ്പക്കായ ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അടി പിടിക്കാണ്ടിരിക്കാൻ കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് ഇത് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് 2 സബോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി വെളുത്തുള്ളി 3-4 അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് നമുക്കിതൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. ഇനി ഇത് നന്നായി വഴന്ന് കഴിഞ്ഞാൽ നമുക്കിതിൽ ഇടേണ്ടത് 1/4 കപ്പ് കിസ്മിസാണ്. എൻ്റെ കയ്യിലിപ്പോൾ 1/4 കപ്പൊന്നും ഇടാനില്ല, ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഇളക്കി ഒന്ന് വറുത്തെടുക്കാം. കിസ്മിസ് കൂടുതൽ ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് നന്നായി നമുക്കൊന്ന് ഇളക്കണം കേട്ടോ, ആ പച്ചമണം ഒന്ന് മാറി കിട്ടാനായിട്ട്. ഇതിന് ശേഷം നമ്മൾക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങ നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുക്കറിലിട്ട് വേവിച്ച കൈപ്പക്ക വേവിച്ചത് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് 1 മിനിറ്റ് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കൈപ്പക്കത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.